ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ NXT ആണ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് വണ്ടിക്ക് ടെസ്റ്റ് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ ലൈറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണം. പിന്നെ വണ്ടിക്ക് മിസ്സിങ് കംപ്ലയിൻ്റ് ഉണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാറാനുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്. ഇലക്ട്രിക്കലായിട്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഹോൺ അടിക്കുന്ന സമയത്ത് വെട്ടം കൂടുതൽ, അങ്ങനത്തെ കുറച്ച് കംപ്ലയിൻറ്റുകൾ. അപ്പോൾ അത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു, വണ്ടിക്ക് തീരെ വലിയ കുറവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി അതുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് ആ പിക്കപ്പ് കുറവെന്നുള്ള ദിവസം ആദ്യം ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയത്തെ വർക്ക് പിന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ വണ്ടി കയറ്റിയേക്കണേ. അപ്പോൾ ഞാനത് കയറ്റി കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്ററൊക്കെ ഫുള്ള് ദ്രവിച്ച് പോയേക്കുന്ന സിറ്റുവേഷനാണ്. ഇതിനകത്ത് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ള ദിവസം അറിയില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് മൊത്തം. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഈ വന്ന മൊത്തം പൊടിഞ്ഞു പോയേക്കാണ് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഈ കാർബേറ്ററിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുക. അതായത് വലിയ കുറവ് അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മൾ നോക്കുമ്പോൾ പ്ലഗ് പുതിയ പ്ലഗ്ഗാണ്, പക്ഷേ പ്ലഗിനകത്ത് കാർബൺ കൂടിയാണെങ്കിൽ കാണാം. കറക്റ്റായിട്ട് കാർബൺ കണ്ടൻറ്റ് കൂടുതലാണ് നമുക്ക് എൻ്റെ എഞ്ചിൻ ഹെഡിനകത്തേക്ക് പോകണം. പുത്തൻ പ്ലഗ്ഗാണ് കിടക്കുന്നത്, പക്ഷേ ഓൾറെഡി ഷോർട്ടിങ് ഉണ്ട്, കരി നല്ല രീതിയിൽ അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കാർബേറ്റർ അസംബ്ലി നമ്മൾ മാറ്റി പുതിയത് വെക്കണം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ എനിക്ക് തോന്നുന്നു വണ്ടി വർക്ക് ചെയ്തേക്കണം അവിടെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും വലിയ കുറവുള്ളത് കൊണ്ട് തന്നെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് കയറ്റിയത്. അപ്പോൾ നിലവിൽ ടൈമിങ്ങൊക്കെ പറ്റിയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എയർ ഫിൽറ്റർ പ്ലഗ് നമുക്ക് മാറ്റിയിടാം. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. തന്നെയല്ല നമുക്ക് കാർബേറ്റർ നമുക്ക് എന്തെങ്കിലും മാറ്റണം. അപ്പോൾ കാർബേറ്റർ മാറുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ആ സെക്ഷൻ കറക്റ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ ആ ഭാഗം കൊണ്ട് ക്ലിയർ ആയി പോകും. അപ്പോൾ നിലവിൽ കാർബേറ്റർ അസംബ്ലി ക്ലീൻ ചെയ്യാൻ നോക്കണ്ട, ആ പൈസ പോകുന്നല്ലാണ്ട് ഒരു ഗുണവും ഇല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കാർബേറ്റർ മാറ്റാനുള്ള രീതിയിൽ പറഞ്ഞത്. NXTയുടെ കാർബേറ്റർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷേ. അതല്ലാന്നുണ്ടെങ്കിൽ പാഷൻ പ്രോൻ്റെ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ടാങ്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാണാം നമുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ആക്കാനായിട്ട്. അതിനുശേഷം വേണം നമുക്ക് അതിൻ്റെ ഫോർക്ക് ഓയിൽ ലീക്കിൻ്റെ കേസ് ചെയിൻ സ്പോക്കറ്റൊക്കെ മാറാനായിട്ട്. വയറിങ് മൊത്തം ഡാമേജാണ്, മൊത്തം പൊട്ടിയൊക്കെ കിടക്കുകയാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ ഓരോന്നും നമ്മളത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് റീസ്ട്രക്ചർ ചെയ്തെടുക്കണം. സോൾഡർ ചെയ്ത് ക്ലിയറായിട്ട് വയറിങ് കിറ്റിൻ്റെ കേസ് ആ രീതിയിൽ തന്നെ നമ്മൾ മോൾഡ് ചെയ്ത് റെഡിയാക്കി എടുക്കുക നമുക്ക്. കാരണം ഇതിൻ്റെയൊക്കെ ആയിട്ട് ഓർഡർ കൊടുത്താലും കിട്ടണമെങ്കിൽ വലിയ തൊല്ലയാണ്, കിട്ടാൻ സാധ്യതയും കുറവാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഞാൻ നിലവിൽ കാർബേറ്റർ അസംബ്ലി മാറ്റിയതിന് ശേഷം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി വയറിങ്ങിൻ്റെ കേസും ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി പിക്കപ്പിൻ്റെ കേസും ഓക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയത്തെ വർക്ക് ചെയ്യണമായിരിക്കും നല്ലത്. ഫ്രണ്ട് ഫോർക്ക് ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാണ്ട് മാർഗ്ഗമില്ല. അപ്പോൾ അതിൻ്റെ കാർബേറ്റർ അസംബ്ലിയുടെ കേസ് ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇതിപ്പോൾ NXTയുടെ തന്നെ കിട്ടുമെന്നുള്ള അന്വേഷിച്ച് നോക്കാം. കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാഷൻ പ്രോ മോഡൽ വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതിന് വ്യത്യാസം വരാമെന്ന് പറഞ്ഞാൽ ഈ ചോക്ക് ലിവറിലാണ് വ്യത്യാസം വരാം. ചോക്ക് ലിവറിൽ ലെങ്ത്ത് കൂടുതലാണ് ഇതിന് വന്നത്, പാഷൻ പ്രോയ്ക്ക് ചെറുതായിരിക്കും വരാം. അതാണ് വേരിയേഷൻ തന്നെ. ബാക്കിയത്തൊക്കെ സെയിം തന്നെ. ത്രോട്ടിൽ സെൻസർ ബാക്കിയത്തെ എല്ലാ സെറ്റിങ്സും സെയിം തന്നെ. ഈ ചോക്ക് ലിവറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിടേണ്ടി വരും. അത് എൻ്റെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് എൻ്റെ കേസ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇപ്പോൾ എയർ ഫിൽറ്റർ പ്ലഗ്, കാർബേറ്റർ അസംബ്ലി, ടാങ്ക് ക്ലീനിങ്, ഇലക്ട്രിക്കലായിട്ടുള്ള വർക്ക് ഇത്രയും ചെയ്തുമ്പോൾ നമുക്ക് ഏകദേശം ഞാനൊരു എസ്റ്റിമേറ്റ് നമുക്ക് ആക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് നോക്കാം. ചെയിൻ സ്പോക്കറ്റൊക്കെ എന്തെങ്കിലും മാറണമല്ലോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൻ്റെ കേസ് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കയറ്റിയപ്പോൾ ഈ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് നടത്താം, അതിൻ്റെ പെർഫോമൻസ് നോക്കാം, അതിന് ശേഷം നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം. ഓക്കെ.